1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം എ. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം ബി. നിസ്സഹകരണ സമരം. 3. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം സി. സുഭാഷ് ചന്ദ്രബോസ്. 4. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഉത്തരം ഡി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 5. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം എ. ബാലഗംഗാധര തിലക്. 6. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടന ഭേദഗതി ഏത്? ഉത്തരം ബി. 44-ാം ഭരണഘടനാ ഭേദഗതി. 7. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഉത്തരം സി. ഹൈക്കോടതി. 8. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ബി. ഡോക്ടർ ബി. ആർ. അംബേദ്കർ. 9. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം സി. ഇന്ത്യ. 10. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഡി. മൗലിക അവകാശങ്ങൾ. 11. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഉത്തരം എ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 12. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്കു വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം സി. ശ്രീനാരായണ ഗുരു. 13. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം സി. അയ്യപ്പൻ. 14. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം എ. തോമസ് ഹർവേ ബാബർ. 15. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബി. പുന്നപ്ര വയലാർ സമരം. 16. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ബി. ആശിഷ് ജിതേന്ദ്ര ദേശായി. 17. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം സി. തൃശ്ശൂർ. 18. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഡി. വി. പി. മേനോൻ. 19. താഴെ പറയുന്നതിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഉത്തരം എ. പോണ്ടിച്ചേരി. 20. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം ഡി. കെ. എം. പണിക്കർ. 21. റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഉത്തരം എ. ജർമ്മനി. 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം സി. മംഗളയാൻ. 23. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ബി. ബ്രസീൽ. 24. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം ബി. പ്രാഗ്യാൻ. 25. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം സി. 1 ഉം 3 ഉം. 1. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. 26. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ബി. 2 ഉം 3 ഉം.
27 ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ബി 2 മാത്രം. 28 ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഉത്തരം എ 1ഉം 2ഉം. 29 ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. 30 കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ബി 2 മാത്രം. 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം എ 1ഉം 3ഉം. 34 കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഉത്തരം എ 2ഉം 3ഉം. 35 കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. 36 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഉത്തരം എ 1ഉം 3ഉം. 37 സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം സി 3 മാത്രം. 38 കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. 39 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി 1 മാത്രം. 40 താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം സി 2 മാത്രം. 41 കേരള കലാമണ്ഡലം സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. 42 കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ബി 2 മാത്രം. 43 ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം എ 1ഉം 3ഉം 4ഉം. 44 കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം ഏത്? ഉത്തരം ബി മോഹിനിയാട്ടം. 45 അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം എ മാക്സിം ഗോർക്കി. 46 ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഉത്തരം എ അരിന്ദം ബാഗ്ചി. 47 ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ലോക്പാൽ. 48 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. 50 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഉത്തരം സി ഹോക്കി. 51 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 52 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം എ ക്ലോഡിയ ഗോൾഡീൻ. 53 അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത്? ഉത്തരം സി കാൽസ്യം. 54 ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഉത്തരം ബി കീലാസന്ധി. 55 സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. ഉത്തരം സി ട്രാക്കിയ. 56 ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ബി 1ഉം 3ഉം. 57 ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം സി. 58 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഉത്തരം ഡി 2023.
59 സങ്കര ഇനം തക്കാളി അല്ലാത്തതേത്? ഉത്തരം ഡി ഹരിത. 60 ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം സി ന്യൂട്ടൺ. 61 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഉത്തരം എ 4 ഡയോപ്റ്റർ. 62 റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏത്? ഉത്തരം ബി കാർബൺ 14. 62 ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഉത്തരം ഡി 746 വാട്ട് ആകുന്നു. 64 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം എ ഹെൻറി. 65 നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ബി എസ് സോമനാഥ്. 66 ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ഉത്തരം ബി പ്രാഗ്യാൻ. 67 സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം എ അമൃതം ആരോഗ്യം. 68 വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി 3 മാത്രം ശരി. 69 സെറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഉത്തരം ബി വിറ്റാമിൻ എ. 70 കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? ഉത്തരം എ 2014 നവംബർ 9. 72 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഉത്തരം എ 2023 സെപ്റ്റംബർ 28. 73 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഉത്തരം എ എലിപ്പനി. 74 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി മലേറിയ. 75 മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ബി സ്നേഹക്കൂട്. 76 കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഉത്തരം ഡി സൗത്ത് ആഫ്രിക്ക. 77 ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം സി നെഫ്രൈറ്റിസ്. 78 ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി എന്ത്? ഉത്തരം എ മാതൃജ്യോതി. 79 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം എ ത്വക്ക്. 80 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഡി 2ഉം 4ഉം. 2 ക്ഷയം ബാക്ടീരിയ. 4 നിപ്പ വൈറസ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം സി മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം ഡി വിദ്യാഭ്യാസം. 3 മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? ഉത്തരം എ വില്യം ലോഗൻ കമ്മീഷൻ. 24 കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? ഉത്തരം സി രാമൻ നമ്പി. 6 സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഉത്തരം സി മിതവാദി. 7 കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാരാണ്? ഉത്തരം ബി അയ്യങ്കാളി. 8
G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഉത്തരം ഡി സിംഗപ്പൂർ. 9. ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം എ ഓപ്പറേഷൻ അജയ്. 10. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 11. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സി ദാദാഭായ് നവറോജി. 12. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ബി ഡൽഹൌസി പ്രഭു. 13. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഡി 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 14. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം എ കറാച്ചി സമ്മേളനം. 15. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം എ ജവഹർലാൽ നെഹ്റു. 16. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലവനു ഉള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബി റിപ്പബ്ലിക്. 17. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ബി നിർദ്ദേശക തത്വങ്ങളിൽ. 18. ഭക്രാനംഗൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഡി 2ഉം 4ഉം. 19. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ഉത്തരം ബി തിരുവനന്തപുരം. 20. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഉത്തരം സി ജീവൻ രക്ഷാ പതക്. 21. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യാധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോട് കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം എ 9ാം പഞ്ചവത്സര പദ്ധതി. 22. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്കും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഉത്തരം ഡി അരുണാചൽ പ്രദേശ്. 23. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ഉത്തരം ബി 3 മാത്രം. 24. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഉത്തരം ബി മധുര. 25. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഉത്തരം സി ആലപ്പുഴ. 26. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഉത്തരം എ 1.25 കോടി മലയാളികൾ. 27. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഉത്തരം സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടിയുമാണ് എന്ത്? ആനമുടി. 28. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം എ കോതമംഗലം. 29. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഡി ദക്ഷിണാഫ്രിക്ക. 30. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം എ വി അബ്ദുറഹ്മാൻ. 31. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഉത്തരം എ HDFC. 32.
2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഉത്തരം ബി. പൃഥ്വിരാജ്. 33 നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി. ഗോദാവരി. 34 ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഉത്തരം സി. തൂത്തുക്കുടി. 35 ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഉത്തരം ബി. ഡക്കാൻ പീഠഭൂമി. 36 ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം എ. ബരാലചാല ചുരം. 37 ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഉത്തരം എ. 82 പൂർവ്വ രേഖാംശം. 38 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73 അല്ലെങ്കിൽ 74 ഭരണഘടന ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ബി. 1ഉം 2ഉം മാത്രം. 39 പ്രാചീന ശിലായുഗത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏത്? ഉത്തരം ബി. എടക്കൽ ഗുഹ. 40 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം എ. പള്ളിവാസൽ. 41 കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഉത്തരം എ. പള്ളിക്കര. 42 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഡി. വൈക്കം സത്യാഗ്രഹം. 43 താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ഉത്തരം എ. കാപ്പി. 44 രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ. ആർ. കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം സി. മാനന്തവാടി. 45 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? ഉത്തരം എ. അൽഗോരി തങ്ങളുടെ നാട്. 46 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഉത്തരം ഡി. അർജന്റീന. 47 മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി? ഉത്തരം എ. ന്യൂറലിങ്ക്. 48 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര്? നീലു. 49 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കു വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം സി. അർഷാദ് നദീം. 50 ലോക നാട്ടറിവ് ദിനം എന്ന്? ഉത്തരം എ. ഓഗസ്റ്റ് 22. 51 ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ TB003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഉത്തരം സി. ഡെങ്കി വൈറസ്. 52 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ബി. കിലിയൻ മർഫി. 53 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം ബി. 1984. 54 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി. ഗോവ. 55 ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഉത്തരം ഡി. സ്വീഡൻ. 56 ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം സി. 2ഉം 4ഉം.
57 സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഡി. വിറ്റാമിൻ ഡി. 58 ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഉത്തരം എ. വെണ്ട. 59 വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ബി. 2006. 60 വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം സി. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. 61 സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം എ. സഹജ. 62 കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? ഉത്തരം സി. കൈരളി. 63 വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഏത്? ഉത്തരം എ. 64 തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഉത്തരം ബി. 90 ഡിഗ്രി. 65 ഗാന്ധങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഉത്തരം ഡി. 2ഉം 3ഉം എന്നിവ മാത്രം ശരിയാണ്. 66 ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ്? ഉത്തരം ബി. അയിരുകളിൽ അതാത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. 67 നവജാത ശിശുക്കളിലെ ജനവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി? ഉത്തരം ബി. ശലഭം. 68 ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം? ഉത്തരം ബി. ബ്ലീച്ചിങ് പൗഡർ. 69 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം ഡി. പൂനെ. 70 താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഉത്തരം സി. JP നഡ്ഡ. 71 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി? ഉത്തരം എ. അമൃതം ആരോഗ്യം. 72 താഴെ പറയുന്നവരിൽ ഏത് മാർഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഉത്തരം ഡി. മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. 73 ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഉത്തരം ബി. MAL. 74 താഴെ പറയുന്നവയിൽ ജന്തുജന രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഉത്തരം എ. 1ഉം 3ഉം. 75 ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഉത്തരം സി. വ്യൂഹാൻ. 76 താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഡി. ടൈഫോയിഡ്. 77 സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? ഉത്തരം സി. മാമോഗ്രാം. 78 HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? ഉത്തരം എ. ജ്യോതിസ്. 79 2024 സെപ്റ്റംബറിൽ പോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? ഉത്തരം സി. മലപ്പുറം. 80 ജലജന രോഗമായ കോളറ പരത്തുന്ന രോഗാണു? ഉത്തരം എ. വിബ്രിയോ.